അവ്യക്ത സന്ദേശം. ബാബയുടെ അടുത്ത് വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോകുമ്പോൾ തന്നെ എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും ഓർമ്മകളും നൽകുന്നു. വിശേഷിച്ച് ആർക്ക് നിമിത്തമായുള്ള ഭോഗം ഓർമ്മകളുമാണോ അവരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകുന്നു. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി, സാകാര വദനത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഞാൻ പറഞ്ഞു, ബാബ, കുട്ടികൾ വന്നിരിക്കുകയാണ്, കുട്ടികളുടെ പ്രോഗ്രാമാണ്. പിന്നെ ശിബിരവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ ഒരു സെക്കൻഡ് കേട്ട ശേഷം പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ഇപ്പോഴത്തെ സമയമനുസരിച്ച് ഏതെല്ലാം കുട്ടികൾ ബാബയുടെ അടുത്ത് വരുന്നുവോ അതിൽ ചില ആത്മാക്കൾ ദേഹം വെടിഞ്ഞവരാണ്. ആ ആത്മാക്കളും ബാബയുടെ വീട്ടിൽ ബാലയോഗിയായി ബാല്യകാലം മുതൽ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ആത്മാവ് സംസ്കാരം നിറച്ചുകൊണ്ട് പോകുന്നു. ബാബ പറഞ്ഞു, ഇതുപോലെ തുടക്കത്തിൽ ആദിയിലും ബാബയുടെ വീട്ടിൽ മുതിർന്നവരും വന്നു, ചെറിയ കുട്ടികളും വന്നു. എന്നാൽ ബാബ തൻ്റെ ചെറിയ കുട്ടികളിലും നല്ല കാര്യങ്ങൾ കേൾപ്പിച്ച് ശ്രേഷ്ഠ സംസ്കാരം ഉണ്ടാക്കുകയും ആ കുട്ടികളെ ഗുണവാൻ ആക്കുകയും ചെയ്തു. ആ കുട്ടികൾ ഭാവിയിൽ മുന്നോട്ട് പോയി ബാബയുടെ സഹായികളായി. ബാബ പറഞ്ഞു, ബാബയും പല കുട്ടികളുടെയും സംസ്കാരത്തെ നോക്കുന്നു. ദേഹം വെടിഞ്ഞു പോകുന്ന ആത്മാവ് അതിൻ്റെ സംസ്കാരം അനുസരിച്ചാണ് ഒരു വീട്ടിൽ പ്രവേശിക്കുന്നതും വരുന്നതും. കാരണം മറ്റ് ആത്മാക്കളെ ഉണർത്തുവാനും അവരെയും ബാബയുടെ കുട്ടികളാക്കുവാനും നിമിത്തമായി വരുന്നു. അതിനാൽ ബാബ തൻ്റെ എല്ലാ കുട്ടികളെയും അഥവാ പരിധിയില്ലാത്ത കുട്ടികളെയും നോക്കുന്നു. ഓരോ കുട്ടിക്കും തൻ്റേതായ വ്യത്യസ്ത പാർട്ടുണ്ട്. ആ കുട്ടികൾ തങ്ങളുടെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു, മുന്നോട്ടും അഭിനയിച്ചു കൊണ്ടിരിക്കും. ബാബ പറഞ്ഞു, കുട്ടി ഭോഗം ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ബാബ വിശേഷിച്ച് സദ്ഗുരുവാർ ദിവസത്തിൽ തൻ്റെ കുട്ടികളുടെ അടുത്തും പല സെൻറ്ററുകളിലും ചുറ്റി സഞ്ചരിക്കുന്നു. ഓരോ കുട്ടിയെയും വളരെ ശ്രേഷ്ഠ ദൃഷ്ടിയോടെ നോക്കുന്നു. ബാബ പറഞ്ഞു, സംഗമത്തിൽ കുട്ടികളുടെ കളികളും ബാബ കണ്ടുകൊണ്ടിരിക്കുന്നു. കളികൾ നടന്നുകൊണ്ടും ഇരിക്കുന്നു. ബാബയും പല കാര്യങ്ങളും കാണുമ്പോഴും കുട്ടികളുടെ സംസ്കാരം കാണുമ്പോഴും ആ കുട്ടികളുടെ പാർട്ട് സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ബാബ കുട്ടികളെ പ്രതി കേൾപ്പിച്ചു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഈ ഭോഗിലും പല കുട്ടികളുടെയും ഓർമ്മ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ബാബ കുട്ടികളുടെ ഓർമ്മകളെ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.